ഇൻകം ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ 2 ഓപ്ഷൻ ഉണ്ട് അല്ലേ. ഓൾഡ് റെജിം ഉണ്ട്, ന്യൂ റെജിം ഉണ്ട്. എന്നാൽ ഇപ്പോൾ കുറച്ചും കൂടി അട്രാക്ഷൻ എന്ന് പറയുന്നത് ന്യൂ റെജിമാണ്. കാരണം നമുക്ക് 7 ലക്ഷം രൂപ വരെ നമുക്ക് റിബേറ്റ് കിട്ടുന്നുണ്ട്. അത് തന്നെയാണ് അട്രാക്ഷൻ. അതും പോരാഞ്ഞ് നമുക്ക് 6 ലക്ഷത്തിൻ്റെയും 9 ലക്ഷത്തിൻ്റെ ഇടയിലാണെങ്കിൽ നമുക്ക് 10% വരുന്നുള്ളൂ. എന്നാൽ നമ്മൾ ഓൾഡ് റെജിമാണ് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് 20% അല്ലേ. അത് നോക്കുമ്പോൾ നമുക്ക് ഒട്ടുമിക്ക പേർക്കും ഇപ്പോൾ ന്യൂ റെജിമായിരിക്കും കുറച്ചും കൂടി അട്രാക്ഷൻ എന്ന് പറയുന്നത്. അതിപ്പോൾ 60 വയസ്സിൻ്റെ മുകളിലാണെങ്കിലും നമുക്ക് ഇതിൽ കാര്യമായിട്ട് വ്യത്യാസമൊന്നും ന്യൂ റെജിമിൽ കാണുന്നില്ല. അപ്പോൾ നമുക്ക് കൂടുതൽ ഹൗസിംഗ് ലോൺ അതുപോലെ കൂടുതൽ ഡിഡക്ഷൻസ് ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും നല്ലത് ന്യൂ റെജിമാണ്. അപ്പോൾ ന്യൂ റെജിം വളരെ സിമ്പിളാണ് നമുക്ക് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ടും. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാം നമുക്ക് ന്യൂ റെജിം എങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഏതൊരാൾക്കും ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. കാരണം ഓൾഡ് റെജിം ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഡിഡക്ഷൻസും കാര്യങ്ങളും ഉണ്ട്. ഇതിൽ കാര്യമായിട്ട് ഡിഡക്ഷൻസ് ഒന്നുമില്ല. അതുകൊണ്ട് വളരെ സിമ്പിളാണ്. നമുക്കൊരു ടാക്സ് കൺസൾട്ടൻ്റ് ഒന്നും ആവശ്യമില്ല, സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ നോക്കാം. നമുക്ക് ആദ്യം വെബ്സൈറ്റിലേക്കൊന്ന് വരാം. incometax.gov.in എന്നാണ് വെബ്സൈറ്റ്. ഇവിടെ നമുക്ക് ഫസ്റ്റ് ഇയർ ഒന്ന് നോക്കണം. അതായത് ഫിനാൻഷ്യൽ ഇയറും അസസ്മെൻറ്റ് ഇയറും നമ്മൾ 2023-24 ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് ഫിനാൻഷ്യൽ ഇയർ ആണ്. 24-25 എന്നുള്ളത് അസസ്മെൻറ്റ് ഇയർ ആണ്. അപ്പോൾ ഇത് പറയാൻ കാരണം നമുക്ക് ഇത് ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്കിത് ആവശ്യം വരുന്നുണ്ട്. അതുകൊണ്ടാണ് ആദ്യമേ അത് പറയാൻ കാരണം, മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് പാൻ കാർഡ് നമ്പറോ അല്ലെങ്കിൽ ആധാർ കാർഡ് നമ്പറോ കൊടുത്തൊന്ന് ലോഗിൻ ചെയ്ത് വരാം. അപ്പോൾ നിങ്ങൾ പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഫോർഗോട്ട് പാസ്വേഡ് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നമ്മുടെ പാസ്വേഡ് നമുക്ക് റീസെറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. കാരണം നമ്മൾ ഒരു വർഷത്തിലൊരിക്കലേ ഇത് ചെയ്യുന്നുള്ളൂ, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് ലോഗിൻ ചെയ്ത് വരാം. പാൻ കാർഡ് നമ്പറോ അല്ലെങ്കിൽ ആധാർ കാർഡ് നമ്പറോ കൊടുത്തിട്ട് നമുക്കൊന്ന് ലോഗിൻ ചെയ്ത് വരാം. അപ്പോൾ ലോഗിൻ ചെയ്ത് വരുമ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കേണ്ട കാര്യം നമ്മുടെ പ്രൊഫൈലെല്ലാം ഓക്കെ ആണോ എന്നുള്ളതാണ്. അതായത് നമ്മൾ ആധാറിലുള്ള പേരും അതുപോലെ നമ്മൾ ഇൻകം ടാക്സ് പാൻ കാർഡിലെ പേരും കാര്യങ്ങളൊക്കെ ശരിയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ നമ്മുടെ പേരുണ്ടായിരിക്കും മുകളിൽ. അവിടെ മൈ പ്രൊഫൈൽ എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ വലതുവശത്ത് അതിൻ്റെ പാൻ കാർഡിൻ്റെ സ്റ്റാറ്റസ് കാണാം, ആക്റ്റീവ് ആണോ എന്നുള്ളത്. അതുപോലെ ആധാർ നമ്പർ ലിങ്ക്ഡ് ആണോ എന്ന് കാണാം. അപ്പോൾ ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ഇത് ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇത് ആദ്യമേ പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാം ശരിയാണോ എന്നുള്ളത് നിങ്ങൾ ആദ്യം തന്നെ ഒന്ന് വെരിഫൈ ചെയ്യുക. ഇത് ശരിയല്ലെങ്കിൽ നമ്മൾ ആധാറിലെ പേരും ഇതൊക്കെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടി ലിങ്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമുക്കൊന്ന് ഇൻകം ടാക്സിൻ്റെ ഫസ്റ്റ് നമുക്ക് എന്തൊക്കെ രീതിയിലാണ് നമ്മുടെ ടാക്സ് ഡിഡക്ഷൻ വന്നിട്ടുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് 26AS എന്നുള്ളൊരു ഫോം എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് ഇവിടെ തന്നെ 26AS ഉണ്ട്. അപ്പോൾ നമുക്കിത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫോം 26AS കാണാൻ സാധിക്കും. അതായത് നമുക്ക് ഏതെല്ലാം സോഴ്സിൽ ഇപ്പോൾ നമുക്ക് സാലറി തരുമ്പോൾ TDS കട്ടായിട്ടുണ്ടായിരിക്കും. അതുപോലെ നമുക്ക് ബാങ്കിൽ FD എല്ലാം ഉള്ള ആളുകൾക്ക് കട്ടായിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് ഇവിടെ അറിയാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് അസസ്മെൻറ്റ് ഇയർ ചോദിക്കേണ്ടത്. അപ്പോൾ ഇതാണ് ഞാൻ ആദ്യമേ അസസ്മെൻറ്റ് ഇയർ പറയാൻ കാരണം. അസസ്മെൻറ്റ് ഇയർ പറഞ്ഞു കഴിഞ്ഞാൽ 24-25 ആണ്. ഫിനാൻഷ്യൽ ഇയർ പറഞ്ഞു കഴിഞ്ഞാൽ 23-24. അപ്പോൾ അത് മാറിപ്പോകാൻ പാടില്ല. ഇനി നമുക്ക് വ്യൂ ആസ് HTML എന്ന് കൊടുത്തിട്ട് വ്യൂ അല്ലെങ്കിൽ ഡൗൺലോഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കാണാൻ സാധിക്കും. അതായത് നമുക്ക് ഏതെല്ലാം സോഴ്സുകളിൽ നിന്നാണ് നമ്മുടെ TDS കട്ടായിട്ടുള്ളത്. ഇപ്പോൾ സാലറിയിൽ നിന്ന് കട്ടായിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഫിനാൻഷ്യൽ ഇയറും അസസ്മെൻറ്റ് ഇയറും കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ഇവിടെ സാലറി എന്നുള്ള ഡിഡക്ഷൻസ് ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഓരോ വ്യക്തിക്കും മാറിയിരിക്കും. സാലറി എന്നാണെങ്കിൽ സാലറി കാണിക്കും, പെൻഷൻ ആണെങ്കിൽ പെൻഷൻ എന്ന് കാണിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ എത്രയാണ് ഡീറ്റെയിൽസ് കട്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അറിയാതെ വേറെ ഏതെങ്കിലും സോഴ്സിൽ നിന്ന് ഇൻകം നമുക്കിപ്പോൾ FD എന്നോ അല്ലെങ്കിൽ സേവിംഗ് ബാങ്ക് അക്കൗണ്ടിൻ്റെയൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ട്, നമ്മൾ ഡിവിഡൻറ്റുകൾ കിട്ടിയിട്ടുണ്ട്, അതേപോലെ നമുക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ ഇൻകം വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ടാക്സ് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് അപ്പോൾ അതൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഈ 26AS നമ്മളൊന്ന് നോട്ട് ചെയ്യണം, നമുക്ക് എവിടെ നിന്നൊക്കെയാണ് ഇൻകം കാര്യങ്ങളെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെയാണ് നമ്മൾ ആനുവൽ ഇൻഫർമേഷൻ സർവീസും കൂടെ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ 26AS ഒന്ന് നോക്കുക, ഇതിലെവിടെയൊക്കെയാണ് സോഴ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക. അപ്പോൾ ഇവിടുത്തെ കേസിൽ നമുക്ക് ഇതിൽ സാലറി മാത്രമേ വന്നിട്ടുള്ളൂ. ഇനി നമുക്ക് AS അതായത് ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് കൂടെ ഒന്ന് നോക്കാം. അതും ഇവിടെ തന്നെയാണ് ഈ ഫയലിൽ. അപ്പോൾ ഇതൊന്ന് പ്രൊസീഡ് കൊടുക്കാം. ഇവിടെ നമുക്ക് AS സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇവിടെ നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ 2023-24 എന്ന് അവിടെ ഉണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഫിനാൻഷ്യൽ ഇയർ. അപ്പോൾ ഓരോ വർഷം മാറുമ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ മാറും. ഇപ്പോൾ ഞാൻ 2023-24 ചെയ്യുന്നത്. ഇനി നമുക്ക് ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡീറ്റെയിൽ നമ്മുടെ സാലറി ആയിട്ടുള്ള നമ്മുടെ ഇത് എത്ര രൂപയാണ് കട്ടായിട്ടുള്ളത്, അതേപോലെ നമുക്ക് വേറെ ഏതെങ്കിലും സോഴ്സിൽ നിന്ന് വന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നമുക്കിവിടെ അറിയാൻ പറ്റും. ഇതിപ്പോൾ ഒന്നാമത്തെ ടാബാണ്. നമ്മൾ രണ്ടാമത്തെ ടാബിലേക്ക് മാറുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ
കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് വേറെ ഏതെങ്കിലും സോഴ്സിൽ നിന്ന് നമുക്ക് ഇൻകം വന്നിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഒരു നമുക്ക് സേവിങ് ബാങ്കിന് ഇൻട്രസ്റ്റിൽ നിന്ന് വന്നിട്ടുണ്ട്. അങ്ങനെ ഇവിടെ നമുക്ക് ഡിവിഡൻഡ്, അപ്പോൾ എവിടെ നിന്നെല്ലാം സാലറി നമുക്ക് വന്നിട്ടുണ്ട്, ഇൻകം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നോട്ട് ചെയ്യണം. കാരണം ഇവിടെ കാണിച്ചിരിക്കുന്ന ഇൻകം നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഫയൽ ചെയ്യുന്ന സമയത്തും കാണിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഇവിടെ കാണിച്ചിരിക്കുന്ന ഇൻകം, അതായത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ കയ്യിലുള്ള ഡാറ്റയാണിത്. അപ്പോൾ ഇത് നമ്മൾ കാണിക്കാതെ പോകാൻ പാടില്ല. ഇനി നമുക്കൊന്ന് ഫയൽ ചെയ്യാം. അപ്പോൾ അതിന് ഫസ്റ്റ് നമ്മൾ അസസ്മെൻറ്റ് ഇയർ ആണ് എടുക്കുന്നത്. അത് 24-25 ഓക്കെ. 24-25 അസസ്മെൻറ്റ് ഇയർ നമ്മൾ ഓൺലൈൻ മെത്തേഡിലാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് 2 മെത്തേഡിൽ ചെയ്യാം. ഓഫ്ലൈനായിട്ട് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാം, ഓൺലൈനായിട്ട് ലൈവായിട്ടും ചെയ്യാം. അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഓൺലൈൻ ചെയ്യുമ്പോൾ വളരെ ഈസിയാണ്, വേറെ ഇഷ്യൂസുകളൊന്നുമില്ല. നമുക്ക് സ്റ്റാർട്ട് ന്യൂ ഫയലിംഗ് എന്ന് കൊടുക്കാം. ഇനി നമുക്ക് ഇൻഡിവിജ്വൽ എന്ന് സെലക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. നമ്മൾ ഏത് ITR ആണ് 1, 2, 3, 4 എന്തായിരിക്കും, നമ്മൾ ITR 1 ആണ് കൊടുക്കുന്നത്. ITR 1 ആർക്കാന്ന് അറിയാലോ, 50 ലക്ഷം രൂപയിൽ താഴെ സാലറി വാങ്ങിക്കുന്ന ആളുകൾ, 5 ലക്ഷം രൂപ അഗ്രികൾച്ചർ ഇൻകം ആയിട്ടുള്ള ആളുകൾ. അപ്പോൾ ഇവരൊക്കെയാണ് നമ്മൾ ഈ ഒരു ITR 1. ഒരുവിധം ആളുകളൊക്കെ ഈ ഒരു കാറ്റഗറിയിലായിരിക്കും വരിക. 50 ലക്ഷം രൂപയിൽ താഴെയുള്ളൊരു ഇൻകം ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ITR 1. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നമുക്ക് 3 ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ടാക്സബിൾ ഇൻകം, മോർ ദാൻ ദ എക്സംഷൻ ലിമിറ്റ്, അതായത് നമുക്ക് എക്സംഷൻ ലിമിറ്റ് 7 ലക്ഷത്തിലോ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് കൊടുക്കാം. ഇനി അതല്ല, നമ്മൾ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ കാണിക്കുന്നുണ്ട് നമ്മൾ ട്രാവലിംഗ്, ഫോറിൻ ട്രാവലിനൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ് വരുന്നത് നോക്കുക. അതല്ലെങ്കിൽ അതിൽ 139/1 ഉണ്ട്. അപ്പോൾ നമ്മളതായിരിക്കും. ഇപ്പോൾ നോർമലി നമ്മൾ ബിഫോർ ഡേറ്റ് നമ്മളിപ്പോൾ ഫയൽ ചെയ്യുന്നത് ഇൻകം ടാക്സ് പറയുന്നതിന് മുൻപേ ആണെങ്കിൽ നമുക്ക് അതും സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ സെലക്ട് ചെയ്ത് വരാം. ഇത് കാണിക്കുന്നത് ഇൻകം ടാക്സിൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു ഡാറ്റ ഉണ്ട് എന്നാണ്. അത് നമ്മൾ ഓഫീസിൽ നിന്നൊക്കെ കൊടുത്തിരിക്കുന്ന ഒരു ഡാറ്റ പ്രകാരം ഉണ്ട് എന്നാണ്. ഇനി നമ്മൾ ഇവിടെ നമ്മൾ ഈ 5 ഇൻഫർമേഷനാണ് ഇത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. ഇത്രയും കംപ്ലീറ്റ് ചെയ്ത ശേഷമാണ് നമുക്കത് സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഒന്നാമത്തെ പേഴ്സണൽ ഇൻഫർമേഷനാണ്, അതൊന്ന് സെലക്ട് ചെയ്യാം. പേഴ്സണൽ ഇൻഫർമേഷൻ സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഡാറ്റാസും കാര്യങ്ങളൊക്കെയാണ് കാണുക. ഇവിടെ നാച്ചർ ഓഫ് എംപ്ലോയ്മെൻറ്റ്, നമ്മൾ സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയി ആണോ, സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയി ആണോ, പെൻഷനറാണോ, അതോ പ്രൈവറ്റ് സെക്ഷൻ ആണോ എന്നൊക്കെയുള്ള ചോദ്യമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിങ്ങൾ ഏതാണ് നമ്മൾ കാറ്റഗറി വരുന്നുണ്ടെങ്കിൽ നമുക്ക് അത് സെലക്ട് ചെയ്യാം. ഇപ്പോൾ പ്രൈവറ്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ അതേഴ്സ് എന്നാണ് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇത് സെലക്ട് ചെയ്യാം. നെക്സ്റ്റ് ഓപ്ഷൻ വരുന്നത് 139/1. അപ്പോൾ ഇത് നമുക്ക് ബിഫോർ ഡേറ്റ്, നമ്മളിപ്പോൾ ഫയൽ ചെയ്യുന്നത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞ ഡേറ്റിൻ്റെ ഉള്ളിലാണ്. അടുത്തതാണ് നമ്മൾ ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ നോ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഡു യു വിഷ് ടു എക്സൈസ് ഓപ്ഷൻ 115 BAC, അതായത് ന്യൂ റെജിമിൻ്റെ സെക്ഷൻ നമ്പറാണ്. അപ്പോൾ ആ നോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അർത്ഥം നമ്മൾ ന്യൂ റെജിമിൽ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നോ കൊടുക്കണം. ഓൾഡ് റെജിമാണെങ്കിൽ നമ്മൾ യെസ് കൊടുക്കണം. ഇനി നമ്മൾ ഇത്രയും കൊടുത്ത് നമുക്ക് കൺഫർമേഷൻ കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ കൺഫേംഡ് കാണിച്ചു. അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കി എല്ലാതും കാണിക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമ്മുടെ ഇൻകം കാണിക്കാം. അപ്പോൾ നമ്മുടെ ഇൻകം, അതായത് നമുക്ക് ഏതൊക്കെല്ലാം സോഴ്സുകളിൽ നിന്നാണ് ഇൻകം, നമ്മുടെ എക്സംഷൻസ് ഒക്കെയാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ന്യൂ റെജിമിൽ ഏതെല്ലാം എക്സംഷൻസ് ഉണ്ടെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ, ഇപ്പോൾ നമ്മളൊരു ഡിസേബിൾഡ് ആയ ആളുകൾക്ക് ഒരു ട്രാൻസ്പോർട്ട് അലവൻസ് എന്തെങ്കിലും കിട്ടുന്നുണ്ട് സാലറിയിൽ നിന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഈ ഒരു ന്യൂ റെജിമിൽ അതും കൂടെ നമുക്ക് കാണിക്കാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് നമുക്ക് കൺവെയൻസ് അലവൻസ് ആയിട്ട് എന്തെങ്കിലും തുക നമ്മുടെ സാലറിയിൽ അല്ലെങ്കിൽ ബാങ്കിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ തുകയും നമുക്ക് ഇവിടെ കാണിക്കാൻ പറ്റുന്നുണ്ട് ഈ ഒരു ന്യൂ റെജിമിൽ. ഇനി മൂന്നാമത്തെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടൂർ അല്ലെങ്കിൽ ട്രാവൽ ട്രാൻസ്ഫറിൻ്റെ ഒക്കെ ആവശ്യമായിട്ട് നമുക്കൊരു എമൗണ്ട് ക്രെഡിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ സാലറിയിൽ, അല്ലെങ്കിൽ നമുക്ക് ക്യാഷ് വന്നിട്ടുണ്ടെങ്കിൽ ആ തുകയും നമുക്ക് ഈ ഒരു ന്യൂ റെജിമിൽ കാണിക്കാൻ പറ്റുന്നതായിരിക്കും. ഇനി നമുക്ക് ഡെയിലി അലവൻസ് ആയിട്ട് നമ്മൾ ജോലിയുടെ ആവശ്യമായിട്ട് വേറൊരു സ്ഥലത്ത് പോയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന DA കാര്യങ്ങൾ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ഇവിടെ ഒരു ന്യൂ റെജിമിൽ ക്ലെയിം ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതേപോലെ നമ്മുടെ VRSൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട്, ഗ്രാറ്റുവിറ്റി എമൗണ്ട്, ലീവ് എൻകാഷ്മെൻറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട്, ഇത് നമുക്ക് ഓൾഡ് ടാക്സിലും ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ന്യൂ ടാക്സ് റെജിമിലും ഈ എമൗണ്ടുകളെല്ലാം തന്നെ നമുക്ക് കാണിക്കാൻ പറ്റുന്നതാണ്. ഇനി നമ്മളൊരു ഹോം ലോണിൻ്റെ ഇൻട്രസ്റ്റ് പോർഷൻ, അതായത് നമ്മുടെ സ്വന്തം വീടിൻ്റെ അല്ല, നമ്മൾ വാടകയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീടിന് നമ്മൾ ഹോം ലോൺ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് പോർഷൻ നമുക്ക് ഇവിടെ ന്യൂ റെജിമിൽ കാണിക്കാൻ പറ്റും. ഇനി നമുക്ക് ഗിഫ്റ്റായിട്ട് എന്തെങ്കിലും എമൗണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം 50,000 രൂപ വരെ നമുക്ക് അതും കൂടെ ഇതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നതാണ്. അതേപോലെ നമ്മുടെ NPS അക്കൗണ്ട്, നമ്മുടെ പെൻഷൻ കോൺട്രിബ്യൂഷനിലേക്ക് നമ്മുടെ കമ്പനി നമുക്ക് തരുന്ന എമൗണ്ട്, കമ്പനി തരുന്ന എമൗണ്ടാണ്, നമ്മൾ കൊടുക്കുന്നതല്ല. അപ്പോൾ ഈ ഒരു എമൗണ്ട് നമുക്കിവിടെ കാണിക്കാൻ പറ്റുന്നതാണ്.
ഇനി നമുക്ക് നമ്മുടെ ബയോഡിഗ്രേഡബിൾ വേസ്റ്റ് മാനേജ്മെൻറ്റ് വിഭാഗത്തിലേക്ക് നമുക്ക് എന്തെങ്കിലും എമൗണ്ട് ക്രെഡിറ്റ് ആവുന്നുണ്ടെങ്കിൽ 80JJA എന്നുള്ള സെക്ഷനിൽ നമുക്ക് അതും കൂടെ ക്ലെയിം ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, ഞാൻ ആദ്യമേ പറഞ്ഞു 50,000 രൂപ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആയിട്ട്, അത് നമുക്ക് രണ്ടിലും കിട്ടുന്നുണ്ട്. ഓൾഡ് റെജിമിലും ഉണ്ട്, അതേപോലെ തന്നെ നമുക്കത് ന്യൂ റെജിമിലും കിട്ടുന്നതാണ്. പിന്നെ നമുക്ക് ഫാമിലി പെൻഷൻ കിട്ടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് 15,000 രൂപയോ അല്ലെങ്കിൽ ടോട്ടൽ ഫാമിലി പെൻഷൻ്റെ 1/3 ഏതാണ് കുറവെന്നുണ്ടെങ്കിൽ ആ തുകയും കൂടെ നമുക്കിതിൽ കാണിക്കാൻ പറ്റും. ഇനി നമ്മൾ അഗ്നിവീർ അല്ലെങ്കിൽ അഗ്നി കോർപ്പസ് ഫണ്ടിലേക്ക് നമ്മളൊരു എമൗണ്ട് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ തുകയും നമുക്ക് ഈ ന്യൂ റെജിമിൽ കാണിക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാമാണ് നമുക്ക് ന്യൂ റെജിം ക്ലെയിം ചെയ്യാൻ പറ്റുമ്പോൾ നമുക്ക് കിട്ടുന്ന എക്സംഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഏതെങ്കിലും എക്സംഷൻസ് നമ്മൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ കാണുന്ന യെസ് എന്ന് കൊടുത്തിട്ട് ആ എക്സംഷനിൽ എത്ര രൂപയാണ് ക്ലെയിം എന്ന് കൊടുത്ത് നമുക്ക് നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണത് ഫില്ല് ചെയ്ത് വരേണ്ടത്. ആ എക്സംഷൻസ് ഉള്ള ആളുകൾക്ക് അങ്ങനെ കൊടുക്കാം. നമുക്കറിയാം സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഞാൻ പറഞ്ഞു 50,000 രൂപയാണ്, അതെല്ലാവർക്കും കിട്ടുന്നതാണ്. ഇനി നമ്മുടെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, നമുക്ക് വാടകയ്ക്കുള്ള വീടിൻ്റെ ഹോം ലോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പോർഷൻ, നമ്മുടെ സ്വന്തം വീടിൻ്റെ ആവശ്യത്തിനുള്ളതല്ല, വാടക വീടിൻ്റെയാണ് നേരത്തെ പറഞ്ഞത്. അപ്പോൾ അതുള്ള ആളുകൾ ഇത് ആഡ് കൊടുത്തതിന് ശേഷം നമുക്ക് എത്ര രൂപയാണോ നമ്മൾ ഇൻട്രസ്റ്റ് പോർഷൻ, ഇപ്പോൾ സെൽഫ് എക്യുപ്പേർഡ് അല്ല ലെറ്റ് ഔട്ട് എന്ന് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആ എമൗണ്ട് ഇവിടെ കൊടുത്തിട്ട് ആഡ് ചെയ്ത് വരികയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതുള്ള ആളുകൾ ഇത് ആഡ് ചെയ്ത് വരിക. ഇനി നമുക്ക് ഇതിൽ വേറെ എക്സംഷൻസ് നമുക്ക് ഒന്നുമില്ല. ഇതിവിടെ നമുക്ക് ടാക്സ്, നമുക്ക് ഇൻകം ആണ് കാണിക്കുന്നത്. ഓൾറെഡി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഡാറ്റയിൽ ഉള്ളതാണിത്. നമുക്ക് ഏതെങ്കിലും സോഴ്സിൽ നിന്ന് നമുക്ക് ഇതേപോലെ ടാക്സ് മീൻസ് സേവിങ്സ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്, ബാങ്കിന് ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെയാണ് ഇവിടെ കാണിക്കാം. അപ്പോൾ എക്സംപ്റ്റ് ഇൻകം എന്നുള്ളത് വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ആഡ് ചെയ്ത് വരാം. ഇവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ നെക്സ്റ്റ് കൊടുക്കുന്നത്. ഇനി നമ്മുടെ ടോട്ടൽ ടാക്സ് ഡിഡക്ഷൻ എന്നുള്ള അവിടെ നിന്ന് സെലക്ട് ചെയ്യാം. നമുക്കിവിടെ ഒന്നും ഡിഡക്ഷനായിട്ടൊന്നും കാണിക്കാനില്ലാത്തതുകൊണ്ടാണ് അത് കാണിച്ചത്. ഇവിടെ 80CCD2 അതായത് നമ്മുടെ NPS കോൺട്രിബ്യൂഷൻ നമ്മുടെ എംപ്ലോയറുടെ കോൺട്രിബ്യൂഷനാണ്, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അതുള്ള ആളുകൾ എംപ്ലോയർ കോൺട്രിബ്യൂഷൻ നമുക്ക് എംപ്ലോയർ തരുന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഇവിടെ കാണിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 24,000 രൂപ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇനി പ്രത്യേകിച്ച് വേറെ ഒന്നും നമുക്ക് ഡിഡക്ഷനായിട്ട് കിട്ടാനില്ല. ഓക്കെ, നമുക്ക് ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ അത് ഉള്ള വ്യക്തികൾക്ക് നമുക്കത് കൊടുക്കാം. ഇതെല്ലാം ഡിസേബിൾ ആയിട്ടുള്ളത് ഇതൊന്നും നമുക്ക് എലിജിബിൾ അല്ല എന്നുള്ളതാണ്. അപ്പോൾ ആകെ ഡിഡക്ഷൻ എന്ന് പറയുന്നത് 24,000 രൂപയാണ്. അത് 80CCD2 മാത്രമാണ്, വേറെ ഒന്നും നമുക്ക് കിട്ടുന്നില്ല. ഇത്രയും കൊടുത്ത് നമുക്ക് കൺഫേം കൊടുക്കാം. ഇത്രയും കൊടുത്ത് കൺഫേം കൊടുക്കുമ്പോൾ നമ്മുടെ ടോട്ടൽ ടാക്സ് നമ്മൾ 32,720 അടച്ചിട്ടുണ്ട്. നമുക്ക് ടോട്ടൽ അടയ്ക്കേണ്ടത് 32,068 രൂപയാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ടാക്സ് പെയ്ഡ്, നമ്മൾ ഇതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ, നമ്മൾ ഇത്രയും ടാക്സ് അടച്ചിട്ടുണ്ട് ഇനിയും അടച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കൺഫേം എന്ന് കൊടുത്തിട്ട് മുന്നോട്ട് പോകാം. ഇനി നമുക്ക് അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഓപ്ഷൻ ടാക്സ് ലയബിലിറ്റി. അപ്പോൾ ഇതേപോലെ നമുക്ക് ടാക്സ് ലയബിലിറ്റി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഓൺലൈനായിട്ട് തന്നെ നമുക്ക് ഗൂഗിൾ പേ വഴിയൊക്കെ നമുക്ക് ഇതിലേക്ക് അടയ്ക്കാൻ പറ്റുന്നതാണ് എമൗണ്ട്. അങ്ങോട്ട് ടാക്സ് കൊടുക്കാനുള്ള ആളുകൾക്ക് ടാക്സ് ഇതേപോലെ അടയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഇനി നമുക്കത് നെക്സ്റ്റ് കൊടുത്ത് കംപ്ലീറ്റ് ചെയ്യാനുള്ള പ്രോസസ്സാണ്. നമ്മളതിൻ്റെ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്കത് കൺഫേം കൊടുക്കാം. കൺഫേം കൊടുക്കുമ്പോൾ നമ്മൾ ഇത്രയും 5 ടാബുകൾ കംപ്ലീറ്റ് ആയി, കൺഫേംഡ് ആയി. ഇനി നമുക്കൊന്ന് നെക്സ്റ്റ് കൊടുത്തിട്ട് മുന്നോട്ട് പോവാം. എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമ്മൾ എല്ലാ സെക്ഷനും, അപ്പോൾ ന്യൂ റെജിമിൽ പ്രത്യേകിച്ച് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വളരെ ഈസിയാണ്, ഏതൊരാൾക്കും കണ്ട് വളരെ സിമ്പിളാണ്. നമ്മൾ പ്രത്യേകിച്ച് ഡിഡക്ഷനൊന്നും ഇല്ലെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഇനി നമ്മളിവിടെ ഈ ടിക്ക് മാർക്ക് ഒന്ന് കൊടുക്കുക, ബാക്കിയെല്ലാം കറക്റ്റാണ്. ഇത്രയും കൊടുത്ത് പ്രൊസീഡ് ടു പ്രിവ്യൂ കൊടുക്കാം. നമ്മൾ ഫില്ല് ചെയ്തിരിക്കുന്നതിൻ്റെ എല്ലാതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. നമുക്ക് ഡൗൺലോഡ് ബട്ടൺ ഉണ്ട്, വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് വെക്കാവുന്നതാണ്. നമുക്ക് പിന്നീട് വന്നാലും നമുക്ക് ഇതിൽ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വെക്കാനും പറ്റും. ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൊസീഡ് ടു വാലിഡേഷൻ, നമുക്കിത് ചെയ്തതെല്ലാം ഒന്ന് വാലിഡേഷൻ ചെയ്യണം, എല്ലാം ഓക്കെ ആണോ എന്നുള്ളത്. ഓക്കെ ആണെങ്കിൽ ഇതേപോലെ വാലിഡേഷൻ സക്സസ്ഫുൾ എന്ന് വരും. ഇനി നമുക്ക് പ്രൊസീഡ് ടു വെരിഫിക്കേഷൻ, നമ്മൾ വെരിഫിക്കേഷന് വേണ്ടി സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇതിന് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 2-3 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ആധാർ OTP വെച്ചിട്ട് ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് വരുന്ന OTP ഉപയോഗിച്ചിട്ട് നമുക്കത് മുന്നോട്ട് പോകാം. കുറച്ച് ഈസി മെത്തേഡാണ്. അപ്പോൾ അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ഓപ്ഷൻ ഐ വുഡ് ലൈക്ക് ടു യൂസിങ് OTP ഓൺ മൊബൈൽ നമ്പർ രജിസ്റ്റേർഡ് വിത്ത് ആധാർ. അപ്പോൾ ആധാറായിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ നമ്മുടെ കയ്യിൽ വേണം. എന്നിട്ട് ഗെറ്റ് OTP കൊടുക്കുമ്പോൾ നമുക്കൊരു OTP മെസ്സേജ് വരും. അത് ഫില്ല് ചെയ്ത് നമുക്ക് വാലിഡേറ്റ് എന്ന് കൊടുത്താൽ നമുക്ക് നമ്മുടെ സബ്മിഷൻ ഓക്കെ ആവാൻ നിൽക്കുകയാണ്. ഇവിടെ നമ്മൾ സബ്മിറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇൻകം ടാക്സിൻ്റെ ഫയൽ ചെയ്യുന്നത് സബ്മിറ്റ് ആയിട്ടുണ്ട്.
അപ്പോൾ ഇത്രയാണ് വളരെ ഈസി മെത്തേഡാണ്, ഏതൊരാൾക്കും ചെയ്യാൻ സാധിക്കും. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കുക, നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.